തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ്. ആ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ എഴുന്നള്ളിപ്പ് ആരംഭിച്ച് സ്വരാജ് റൗണ്ടിലേക്ക് കടന്ന് നായക്കനാലിൽ അവരുടെ പഞ്ചവാദ്യം കൊട്ടി തീർത്തതിന് ശേഷമാണ് വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ആരംഭിക്കുക. അത് എത്രയോ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. പോലീസ് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിലും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങളെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് മാറ്റുക. ഇത് കൃത്യമായിട്ട് മീറ്റിംഗിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. ഇതിൽ ഈ പറയുന്ന നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും പങ്കെടുത്തതാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? 12 മണി സമയത്ത് റോഡിലേക്കുള്ള പ്രവേശനം വടം കെട്ടി തിരിച്ചു. MG റോഡിൽ നിന്ന് ഒരു മനുഷ്യന് പോലും കടക്കാൻ സാധിക്കാതെ വടം കെട്ടി തിരിച്ചു. ഇവിടെ ക്ഷേത്രത്തിന്റെ ഭാഗത്തുള്ള ആളുകളെ മുഴുവൻ ലാത്തി ചാർജ് ചെയ്ത് നീക്കി. ഒരു മനുഷ്യ കുട്ടി പോലും അവിടേക്ക് പ്രവേശിക്കാത്ത തരത്തിൽ ആ പ്രദേശം മുഴുവൻ കാലിയാക്കി. എന്തിനാണ് ദേവസ്വങ്ങൾ പൂരം നടത്തുന്നത്? ദേവസ്വങ്ങൾ പൂരം നടത്തുന്നത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെയാണ് ഉത്സവം, അല്ലാതെ പോലീസുകാർക്ക് കാണാനല്ല. പോലീസല്ല ഉത്സവം നടത്തേണ്ടത്, അത് ദേവസ്വങ്ങളാണ് നടത്തേണ്ടത്, കമ്മിറ്റിക്കാരാണ് നടത്തേണ്ടത്, ജനങ്ങളാണ് അത് കാണേണ്ടത്. ആ കാണേണ്ട ജനങ്ങളെ മുഴുവൻ പുറത്താക്കി 12 മണിക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, വെടിക്കെട്ട് നടക്കുന്നത് 3:30ക്കും 4 മണിക്കുമാണ്. 12 മണിക്ക് വടം കെട്ടി തിരിച്ച് ആളുകളെ മുഴുവൻ പുറത്താക്കി. ഈ തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് വടം കെട്ടി എഴുന്നള്ളിപ്പ് തടഞ്ഞു. ആ എഴുന്നള്ളിപ്പ് തടഞ്ഞ സമയത്ത് ഈ പറയുന്ന രാജനെയും സുനിൽ കുമാറിനെയും കളക്ടറെയും കമ്മീഷണറെയും നിരവധി തവണ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിരവധി തവണ, മണിക്കൂറുകൾ ഈ അനിശ്ചിതത്വം അവിടെ നീണ്ടു നിന്നു. അവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം, മാധ്യമ പ്രവർത്തകർക്ക് അറിയാം. ഈ അനിശ്ചിതത്വം 2 മണിക്കൂറോളം നീണ്ടു നിന്നു. ഒരാൾ പോലും ആ സ്ഥലത്തേക്ക് വരാൻ തയ്യാറായില്ല. ഈ പറഞ്ഞ സുനിൽ കുമാർ വന്നില്ല. ഈ തൃശ്ശൂരിന്റെ മന്ത്രിയാണല്ലോ രാജൻ, ദേവസ്വം മന്ത്രി തൃശ്ശൂർക്കാരനാണ്. കെ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകൾ മുഴുവൻ കാണാൻ വരുന്ന പൂരാണ് തൃശ്ശൂർ പൂരം. ഈ പറയുന്ന ആരെങ്കിലും ഈ 2 മണിക്കൂർ അവിടെ അനിശ്ചിതത്വം ഉണ്ടായി ആ സ്ഥലത്തൊന്ന് വരാനോ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാനോ തയ്യാറായോ? ഒരാളും അവിടേക്ക് വരാൻ തയ്യാറായില്ല. എല്ലാവരും പോലീസിന് നിർദ്ദേശം കൊടുത്ത് തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് പൂരം പോലീസ് അലങ്കോലമാക്കുന്നത് നോക്കി കാണുകയായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ ഇവരെയൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി പരിശ്രമിച്ച് അതൊന്നും നടക്കാതെ വന്ന സമയത്താണ് പൂരം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. കമ്മിറ്റിക്കാർക്ക് ഉൾപ്പെടെ ലാത്തി അടി കൊണ്ടു, കുത്തുവിളക്ക് പിടിക്കുന്ന ആൾക്ക് വരെ പോലീസിന്റെ അടി കൊണ്ടു. ഇങ്ങനെ അടി കൊണ്ട് പൂരം നടത്തണമെന്നാണോ? അങ്ങനെ കമ്മിറ്റിക്കാർക്ക് അടി കൊണ്ട സമയത്ത് പൂരം നിർത്തിവെക്കാൻ വേണ്ടി, അതല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവർ പൂരം നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് പന്തലിലെ ലൈറ്റ് ഓഫ് ചെയ്തത്. ഇന്നിപ്പോ സുനിൽ കുമാർ പറയുന്നത് ലൈറ്റ് ഓഫ് ചെയ്തതിനെ കുറിച്ച് അന്വേഷിക്കണം, പൂരം നിർത്തിവെച്ചതിനെ കുറിച്ച് അന്വേഷിക്കണം, ദേവസ്വം ബോർഡ് വരെ ഗൂഢാലോചനയിൽ ഉണ്ട് എന്നാണ്. സത്യത്തിൽ ഗൂഢാലോചന നടത്തിയത് സുനിൽ കുമാറും രാജനും പോലീസുമാണ്. ആ ഗൂഢാലോചന തകർന്നത് ഈ പൂരം നിർത്തിവെക്കാൻ ദേവസ്വം തയ്യാറായപ്പോഴാണ്. അപ്പോഴാണ് വിഷയം ചർച്ചയായത്. പൂരം നിർത്തിവെക്കാൻ തയ്യാറായി, വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായി. അപ്പൊ ജനങ്ങൾ വിഷയം അറിഞ്ഞു, പ്രശ്നങ്ങൾ നാട്ടുകാരെ ഏറ്റെടുത്തു. അപ്പോ ഈ ഇടതുപക്ഷത്തിന്റെ ഗൂഢാലോചന, പോലീസിന്റെ ഗൂഢാലോചന പൊളിഞ്ഞു. സത്യത്തിൽ ഗൂഢാലോചന പൊളിക്കുകയാണ് പൂരം നിർത്തിവെച്ചതിൽ കൂടി ദേവസ്വം ചെയ്തത്. അതിനുശേഷം പൂരപ്രേമികൾക്ക് വേണ്ടി, ആചാരങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി വയ്യാതെ എടുക്കുന്ന സുരേഷ് ഗോപി 3 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം ടോട്ടൽ ബെഡ് റിട്ടേണാണ്. അങ്ങനെയുള്ള വ്യക്തി നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. അദ്ദേഹം 3 ദിവസം തുടർച്ചയായി പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല, വയ്യാതെ എടുക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം നടക്കാൻ വയ്യാത്ത അദ്ദേഹം ആംബുലൻസിൽ വന്ന് തിരുവമ്പാടിയുടെ ഓഫീസിൽ വന്ന് മണിക്കൂറുകളോളം അവരെ സമാധാനിപ്പിച്ച് അനുനയിപ്പിച്ച്, അവർക്ക് നല്ല വിഷമമുണ്ട്, കാരണം പോലീസിന്റെ ലാത്തിയടി കൊള്ളാണ് ഈ തൃശ്ശൂർ പൂരം നടത്തുന്നതിന്റെ പേരില്. അങ്ങനെ അവർ അനുനയിപ്പിച്ച് പാറമേക്കാവുമായി സംസാരിച്ച് അങ്ങനെ വെടിക്കെട്ട് നടത്താൻ വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്ത്, അങ്ങനെ സുരേഷ് ഗോപിയുടെ പരിശ്രമം കൊണ്ടാണ് വീണ്ടും വെടിക്കെട്ട് നടത്താനും പകൽപൂരം നടത്താനും ദേവസ്വങ്ങൾ തയ്യാറായത്. എന്തുകൊണ്ട് ഈ സുരേഷ് ഗോപി നടത്തിയ പരിശ്രമം ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാര് നടത്തിയില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചു. ആ പ്രശ്നം പരിഹരിച്ച് 5 മണിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന മഹാൻ സുനിൽ കുമാർ ആ പ്രദേശത്ത് വന്നത്.
ഇതൊക്കെയാണ് ഈ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വസ്തുതകൾ. ഇന്ന് ആടിനെ പട്ടിയേക്ക് തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണ്. BJPക്ക് വേണ്ടി പൂരം പോലീസ് അട്ടിമറിച്ചു എന്നാണ്. എന്തൊരു ബാലിശമായിട്ടുള്ള വാദഗതിയാണ്. പി സുനിൽകുമാർ ഈ പൂരം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് വോട്ട് എണ്ണിയത്. വോട്ടെണ്ണലിന് തലേ ദിവസം മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞത് തൃശ്ശൂർ ആവരെ ഉരിയെ അത് വല്ല പൊട്ടക്കണക്കിലാവും എന്നാണ് പറഞ്ഞത്. അത് ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് ഒന്നിച്ചില്ല മാസം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ അങ്ങനെ തൃശ്ശൂർ പൂരം അട്ടിമറിച്ച് BJPക്ക് ജയിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ എന്താണ് വോട്ടെണ്ണുന്നതിന്റെ തലേ ദിവസം പോലും അത് സുനിൽകുമാറിന് മനസ്സിലാവാതിരുന്നത്? എന്താണ് സുനിൽകുമാർ അത് പറയാതിരുന്നത്? ഇപ്പൊ തോറ്റ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ന്യായീകരണമായിട്ട് വരുന്നത്? വത്സൻ തില്ലങ്കേരി പൂരം കാണാൻ വന്നു എന്നുള്ളതാണ് ആക്ഷേപം. എന്താ തൃശ്ശൂർ പൂരം തൃശ്ശൂരുള്ള ഈ ടൗണിലുള്ള ആൾക്കാർ മാത്രമാണോ? തൃശ്ശൂർ പൂരം കാണാൻ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും വരും. ഞങ്ങളുടെ നേതാക്കന്മാരും വരും. CPM-ന്റെ നേതാക്കന്മാർ വന്നിട്ടില്ലേ? പിണറായി വിജയൻ വന്നിട്ടില്ലേ? പിണറായി വിജയൻ വന്നിട്ട് മഞ്ജുളാലിന്റെ അവിടെ ഷോളൊക്കെ അണിയിച്ചു കൊടുത്തല്ലോ അല്ലെ? പെരുവനം കുട്ടന്മാരാർക്ക് ഷോളൊക്കെ അണിയിച്ചു. അന്ന് തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ കഷ്ടകാലം. അപ്പൊ അദ്ദേഹം വന്നിട്ട് പൂരത്തിൽ പങ്കെടുത്തിട്ടില്ലേ? അപ്പോ ഇതൊക്കെ എല്ലാവരും വരും. അതൊന്നൊരു ഗൂഢാലോചനയല്ല. അതെല്ലാവർക്കും പൂരം കാണാൻ വരും. ഓരോരുത്തർക്കും സാധിക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അത് ഞങ്ങളും പരിശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ആടിനെ പട്ടിയാക്കാനുള്ള ഒരു പരിശ്രമം ബോധപൂർവം സുനിൽകുമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പറ്റിയ തെറ്റ് അത് അംഗീകരിക്കുന്നതാണ് നല്ലത്. പൂരപ്രേമികളോടും വിശ്വാസികളോടും അതിന്റെ പേരിൽ സമസ്താപരാധം അത് ഏറ്റു പറയുകയാണ് സുനിൽകുമാർ ചെയ്യേണ്ടത്. അതല്ലാതെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് പൂരം തകർത്ത് ഈ ആചാര ലംഘനം നടത്തിച്ച് എന്നിട്ട് അതിനെ ന്യായീകരിച്ച് അതിന്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ ആരോപിക്കുകയല്ല വേണ്ടത്. ഇപ്പോ കെ മുരളീധരൻ പറയുന്നു പൂരം അട്ടിമറിച്ചിട്ട് അതിന്റെ ഗുണം സുരേഷ് ഗോപിക്ക് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ഈ കെ മുരളീധരനും ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. BJPയും കോൺഗ്രസും പൂരപ്രേമികളും എല്ലാവരും ആരോപിച്ചത് പൂരം അട്ടിമറിച്ചത് ഇടതുപക്ഷവും പോലീസും ചേർന്നിട്ടാണെന്നാണ്. അല്ലാതെ കോൺഗ്രസ് അട്ടിമറിച്ചു എന്ന് ആരും ആരോപിച്ചിട്ടില്ലല്ലോ. കെ മുരളീധരൻ അട്ടിമറിച്ചു എന്ന് ആരും ആരോപിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പൂരം അലമ്പാക്കിയതിന്റെ അതിന് ഗുണം എന്തേ മുരളീധരൻ കിട്ടിയില്ല? സുരേഷ് ഗോപിക്ക് മുരളീധരൻ ഒരുപോലെ കിട്ടണമല്ലോ. ഇടതുപക്ഷമാണ് പൂരം അട്ടിമറിച്ചത് എങ്കിൽ, അതിന്റെ പേരിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെങ്കിൽ അതിന്റെ ഗുണം സുരേഷ് ഗോപിക്ക് മാത്രം കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നും കൂടി മുരളീധരൻ വ്യക്തമാക്കണം. അപ്പൊ എന്താ, മുരളീധരനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. 1 ലക്ഷം വോട്ടിന് കോൺഗ്രസ് ജയിച്ച സീറ്റിലാണ് 1 ലക്ഷം വോട്ടിന് കെ മുരളീധരൻ പരാജയപ്പെട്ടത്. അപ്പോ എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പേയും പറയുക. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ ദിവസം പ്രതാപൻ പറഞ്ഞു, തൃശ്ശൂരിൽ താമര വിരിഞ്ഞ സമയത്ത് 3 പേരുടെ ചെവിയിലാണ് ചെമ്പരത്തി പൂ വിരിഞ്ഞത്. അതൊന്ന് പ്രതാപന്റെ ചെവിയിൽ തന്നെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഭ്രാന്തുള്ളവര് സ്വയം എനിക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയില്ല, മറ്റുള്ളവരെ ചൂണ്ടി ഭ്രാന്തുണ്ട് എന്ന് പറയും. തൃശ്ശൂരിൽ താമര വിരിഞ്ഞപ്പോ ആദ്യം ചെമ്പരത്തി പൂവ് ചെവിയിൽ വിരിഞ്ഞത് പ്രതാപന് തന്നെയാണ്. രണ്ടാമത്തെ ചെമ്പരത്തി പൂവ് പ്രതാപൻ കാലുവാരിയിട്ടുള്ള മുരളീധരന്റെ ചെവിയിലാണ്. 3ാമത്തെ ചെമ്പരത്തി പൂവ് ഇന്നത്തോടുകൂടി മനസ്സിലായി അത് സുനിൽകുമാറിന്റെ ചെവിയിലാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാക്കണം. തൃശ്ശൂരിലെ ജനങ്ങൾ ആരും പൊട്ടന്മാരൊന്നുമല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പ്രതിഫലനവും തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട്, അതിനുശേഷം കണ്ടിട്ടുണ്ട്, അതിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കാണും. അതുകൊണ്ട് വസ്തുതകൾ അംഗീകരിച്ച് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞ് തൃശ്ശൂരിലെ പൂരപ്രേമികളോടും ക്ഷേത്രവിശ്വാസികളോടും മാപ്പ് പറയാൻ സുനിൽകുമാറും ഇടതുപക്ഷവും തയ്യാറാക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. നടന്നില്ലുണ്ടോ? അല്ല, ഈ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതും 1 മാസത്തിനുള്ളിൽ
ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതും പിണറായി വിജയനല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹം ഞങ്ങൾ ഈ ആരോപിച്ച ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് പുറത്തുവിടില്ല. അത് പുറത്തുവിടാത്തതിന്റെ ഗുണഭോക്താവും ഇടതുപക്ഷം തന്നെയാണ്. ഞങ്ങൾ ആരുമല്ല അന്വേഷണത്തിന് ഉത്തരവിട്ടതും അന്വേഷണം നടത്തിച്ചതും ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതും ഞങ്ങളല്ല. അതും ഈ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അല്ല, ഇതിൽ പോലീസിന് കൃത്യമായിട്ട് ഈ പൂരം അട്ടിമറിച്ചതിൽ പോലീസിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, പൂരത്തിന്റെ ചാർജുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് BJP-യുടെ ആക്ഷേപം. അതില് ADGP-ക്ക് പങ്കുണ്ട്, അദ്ദേഹത്തിന് ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനും പങ്കുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾക്കാണ് ആരൊക്കെ എന്തൊക്കെ റോളാണ് പൂരം അട്ടിമറിക്കാൻ നിറവേറ്റിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ കാഴ്ചക്കാർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ റോള് നിറവേറ്റി എന്നുള്ളത് അത് പറയേണ്ടത് ഇടതുപക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് പുറത്തുവിടട്ടെ. അല്ല, ഞങ്ങൾ ഇതിനെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് കണ്ടിട്ടില്ല. രാഷ്ട്രീയമായിട്ട് ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കാര്യം ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ വിശ്വാസത്തോടു കൂടി സമീപിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുതലെടുപ്പിന് ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ സംസ്കാരമല്ല. സുരേഷ് ഗോപിക്ക് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രചരണമാണ്. അത് തൃശ്ശൂരിലെ ജനങ്ങള് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള തീരുമാനം അതൊക്കെ ജനങ്ങൾ വളരെ മുന്നെടുത്തിട്ടുള്ളതാണ്. അതല്ലാതെ തൃശ്ശൂർ പൂരത്തിന് ശേഷം തൃശ്ശൂരിലെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരുമിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമൊന്നുമല്ല. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പ്രദേശത്ത് മാത്രമൊന്നല്ല, അങ്ങ് അകലെ കിടക്കുന്ന ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വരെ ലീഡ് ചെയ്തിട്ടുള്ള സുരേഷ് ഗോപിയാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഒരേപോലെ ലീഡ് കിട്ടിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് അതിപ്പോ ഈ തൃശ്ശൂരിന്റെ മാത്രം ഒരു പ്രവണതയാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ സാധ്യമല്ല.